അതെ, അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുത്. ഇത് പരിശോധിക്കാനും നടപടി സ്വീകരിക്കാനുമാണ് പോലീസ് നടപടി സ്വീകരിച്ചില്ലേ? ആർക്കും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല. ശക്തമായ നടപടി സ്വീകരിച്ചില്ലേ? വാൾ കൊടുത്ത് നടക്കുന്നവരെ പോലീസ് പിടിച്ചില്ലേ? ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും കോടതി. അതാണ് ക്രമസമാധാന നില സംരക്ഷിക്കാനുള്ള പോലീസിൻ്റെ ഉത്തരവാദിത്വം. ഈ അക്രമികളെ ആരെയെങ്കിലും സംരക്ഷിക്കാൻ പുറപ്പെട്ടോ? അതാണ് നമ്മൾ കാണേണ്ടത്. CPM നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, സമാധാനം കാത്തുസൂക്ഷിക്കാൻ നടപ്പിലാക്കുന്ന ഈ നടപടികളെക്കുറിച്ച് പ്രശംസിക്കുകയാണ് വേണ്ടത്. അതിന് നല്ലതുപോലെ പ്രശംസിച്ച് നമ്മുടെ നാടിൽ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ എല്ലാവരും സഹകരിക്കുക. ഞാൻ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രചാരവേലകൾക്ക് കേരളത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഈ ശബരിമല പ്രശ്നം എന്താ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്ത തെറ്റ്? ശബരിമല ഇന്ന് ലോകപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. ഇന്ത്യക്കാർ മാത്രമല്ല, വിദേശികൾ വരികയല്ലേ ശബരിമലക്ക്. ആ ശബരിമലയുടെ പ്രാധാന്യം കാത്തു സൂക്ഷിച്ച് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ ആകെ അഭിവൃദ്ധി ശക്തിപ്പെടുത്താനും കഴിയത്തക്ക നിലയിൽ ഒരു അയ്യപ്പ സംഗമം ഇടതുപക്ഷ ഗവൺമെൻറ് സംഘടിപ്പിച്ചു. എല്ലാ പാർട്ടിക്കാരെയും പാർട്ടി ഇല്ലാത്തവരെയും വിശ്വാസികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും ദേവസ്വം ബോർഡും എല്ലാം സഹകരിച്ചുകൊണ്ടാണ് അവിടെ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ആ അയ്യപ്പ സംഗമം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറിയേക്കുമെന്ന് കണ്ട് അതിനെ അലങ്കോലപ്പെടുത്താൻ അവസാന നിമിഷം UDFകാർ ബഹിഷ്കരിച്ചു പോയി. പക്ഷേ അയ്യപ്പ സംഗമം ശബരിമലയിൽ നടന്നു. അപ്പോഴാണ് അതിനെ കളങ്കപ്പെടുത്താൻ ഒരു പോറ്റിയെയും കൊണ്ടുവന്നത്. പോറ്റി പറഞ്ഞു, ഇതെല്ലാം ഞാൻ സ്പോൺസർ ചെയ്തതാണ്. അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പോലീസ് എവിടുന്നായി പോറ്റി ഇത് സ്പോൺസർ ചെയ്തത് എന്താണെന്ന് അന്വേഷിച്ചു. രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴാൽ കുറേ കാര്യം മനസ്സിലാക്കി അത് കോടതിയുടെ മുമ്പാകെ എത്തിച്ചു. കോടതി പറഞ്ഞ് ശക്തമായ അന്വേഷണം നടത്തണം, ഇന്ന് നടപടികൾ സ്വീകരിക്കണം. ഈ ഗവൺമെൻറ് സ്വീകരിച്ചില്ലേ? ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ടല്ലേ ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചത്? നീതിപൂർവമായിട്ടുള്ള സത്യസന്ധമായ നിലപാട് സ്വീകരിക്കും. ആ നിലപാട് ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷ മുന്നണിയെയും എല്ലാ വിശ്വാസികളും, എല്ലാ മനുഷ്യരും, എല്ലാ വോട്ടർമാരും കൂടുതൽ പിന്തുണ നൽകുകയാണ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഇപ്പോൾ ഉണ്ടായത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രചാരണത്തിനിടയ്ക്ക് ഒരു പാരഡി പാട്ട് ഇറങ്ങിയിരുന്നു. ആ പാട്ടുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഭക്തിഗാനത്തെ വികലപ്പെടുത്തിക്കൊണ്ടാണ് ഈ പാട്ട് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഒരു ആരോപണം. ഇപ്പോൾ ഈ DGPക്ക് സംബന്ധിച്ച് പരാതിയൊക്കെ പോയിട്ടുണ്ട്. ആ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇനി ഒരു കാര്യം ചെയ്യാം, DGPക്ക് കൊടുത്തല്ലോ, DGP അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. പാരഡി പാട്ട് കേസ് എടുക്കേണ്ടതുണ്ടോ? എന്താ ഇത് പാടിയത് എന്ന് എനിക്കറിഞ്ഞുകൂടല്ലോ. ഇനി ആരെങ്കിലും തെറി പറയുന്നതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് ആക്ഷേപമാണോ, തെറി പറയുന്നതാണോ, അശ്ലീലാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച്, കേൾക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. കോൺഗ്രസ് ഇമാതിരി കാര്യങ്ങൾ നോക്കിയാൽ നടക്കുക. അത് കോൺഗ്രസ് അല്ല, CPM. ശബരിമല വിഷയം ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് തന്നെയാണോ സാധാരണ? എങ്ങനെയാ പ്രതിഫലിക്കുക? ഞങ്ങളതിൽ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ കാണേണ്ട ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇപ്പം ഞാനതാ പറയാൻ പോണത്. തിരുവനന്തപുരത്ത് 101 സീറ്റിൽ 50 സീറ്റ് BJP നേടി. എന്ത് കണ്ടിട്ടാ? എന്ത് സേവനം നടത്തിയിട്ടാ? എന്ത് ജനക്ഷേമകരമായ പരിപാടി നടപ്പിലാക്കിയിട്ടാ? എങ്ങനെയാണ് നേടിയത്? രാജ്യത്തുണ്ടാക്കിയിട്ടുള്ളൊരു പ്രത്യേക അപകടകരമായ നീക്കമുണ്ട്. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ അപകടകരമാണത്. വർഗീയ വിദ്വേഷം, മനുഷ്യർക്കിടയിൽ വിതക്കാൻ പാടില്ലാത്ത വിത്ത് വിതച്ചിട്ടുണ്ട്. ജാതീയത ഇളക്കി വിടുകയാണ്. ഇത് നമ്മുടെ കേരളത്തെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കും? ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു 10 വോട്ട് കിട്ടാൻ ഇത്തരത്തിലുള്ള പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും. അതൊന്നും ഇടതുപക്ഷത്തിന് സ്വീകരിക്കാൻ പറ്റില്ല. ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുക, ജനവിശ്വാസം നേടിയെടുക്കുക, അതിലൂടെ അധികാരത്തിലേക്ക് വരിക എന്നുള്ളതല്ലാതെ
തെറ്റായിട്ടുള്ള ഒരു നടപടികളും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല. ഞാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാർലമെന്റിന്റെ പുറത്തൊക്കെ പോയി പാടിയിട്ടുണ്ട്. കേരളത്തിലെ എംപിമാരെ പാർലമെന്റിന്റെ പുറത്തുനിന്നൊക്കെ പാടിയിട്ടുണ്ട്. അതെ, അവരിത് പാട്ട് പാടാനുള്ള കേന്ദ്രമാണ് ധരിച്ചു കാണും ആര് കോൺഗ്രസ് എംപിമാർ. അവിടെ വേറെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവർ പറയാറില്ല. ഒരു രാഷ്ട്രീയ വിവാദം കേരളത്തിൻ്റെ പ്രശ്നങ്ങളും പറയാറില്ല. പിന്നെ അവർ പാട്ട് പാടി അവിടെ ഇരിക്കട്ടെ. ആ പാട്ടിലാണ് ഇപ്പോൾ കേസൊക്കെ വരുന്നത്. അതെ, അവർ പാട്ട് പാടി അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല എന്താ കേസ് എന്താ പാട്ടെന്ന്. പരാതി കൊടുത്തല്ലോ DGPക്ക്. ഇനി DGP അത് പരിശോധിക്കട്ടെ. അതിൻ്റെ മേലെ എന്തിനാ ഞങ്ങൾ കടന്നൊരു അഭിപ്രായം പറയേണ്ട കാര്യം? ഒരു രാഷ്ട്രീയ വിവാദം മുൻനിർത്തി CPM-നെ പരിഹസിക്കുക എന്നുള്ളതാണ് ആ പാർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു മോട്ടീവ്. അങ്ങനെ CPM-നെ പരിഹസിക്കുന്നതുകൊണ്ട് CPM-ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞങ്ങൾ എന്തെല്ലാം കണ്ട് വളർന്നിട്ടുള്ളവരാ, എന്തെല്ലാം അനുഭവിച്ച് വളർന്നിട്ടുള്ളവരാ. എങ്ങനെയാണ് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളായി വളർന്നത്? എത്ര ത്യാഗപൂർണമായ ജീവിതത്തിലൂടെയാണ്, എന്തെല്ലാം സംഭവങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ടൊരു പാട്ടിൻ്റെ അകത്ത് കലങ്ങിപ്പോകുന്നതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനനുകൂലമാണ്. ഞങ്ങൾ എല്ലാ കാലങ്ങളിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും മതേതരത്വത്തിന് വേണ്ടിയും പോരാടിയിട്ടുള്ളവരാണ്. മതവിദ്വേഷവും ജാതിവിദ്വേഷവും അതുപോലെ ദൈവത്തെ തന്നെ തെറ്റായ വഴിയിൽ പ്രചരണത്തിന് ഉപയോഗിച്ച് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ. കാരണം ഇതിനെല്ലാം പല ആംഗിളുണ്ട്. നമ്മൾ കാണേണ്ട ഒരു കാര്യം അതാണ്. കോൺഗ്രസ്സിന് പിന്നെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, അതല്ല CPM. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ നമ്മുടെ നാടിന് ദോഷം ചെയ്യുന്ന ഒരു പ്രവണതയെയും പാർട്ടി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, പ്രോത്സാഹിപ്പിക്കുകയുമില്ല. അത് നിങ്ങൾ കുറേ കാലമായി ഇതിങ്ങനെ ചോദിച്ചു. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അത് ഒരാളിങ്ങനെ വന്നാൽ അങ്ങ് ഒലിച്ചു പോവുക വോട്ട്, ഒരാൾ വന്നതുകൊണ്ട് ഇങ്ങനെ ഒഴുകി വരുമോ? എത്രമാത്രം ബാലിശമായിട്ടുള്ള വാദഗതികളാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ഇത് രാഷ്ട്രീയമാണ്. ഒരാൾ SNDP യോഗത്തിൻ്റെ നേതാവാണ്, അയാൾ മുഖ്യമന്ത്രിയോടൊപ്പം വന്നു. അതുകൊണ്ട് വോട്ടിങ്ങനെ വരുമെന്നോ വോട്ട് പോകുമെന്നോ ഒന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. അത് എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇതെല്ലാം ദുരുദ്ദേശപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും തെറ്റായിട്ടുള്ള നിലപാടുകളും. അതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട ഗതികേടൊന്നും CPM-നില്ല. CPM ഉയർന്ന രാഷ്ട്രീയ നിലവാരം ഉയർത്തിപ്പിടിച്ച് തത്വാധിഷ്ഠിതമായ നിലപാട് വെച്ച് ജനങ്ങൾക്ക് വേണ്ടി ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന കേരള ജനതയെ മോചിപ്പിച്ചെടുക്കുക. ഈ കേരളം ഐശ്വര്യസമ്പുഷ്ടമാകണം. പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് നശിക്കാനുള്ളതല്ല കേരളം. ഈ കേരളത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് 3.5 കോടി മലയാളികളുടെ ജന്മനാട് ലോകത്തിൻ്റെ ശ്രദ്ധേയമായ നാടാക്കി മാറ്റണം. അതാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. ഒരു രാഷ്ട്രീയ ലക്ഷ്യം, ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യവും അതാണ്. അതിനുവേണ്ടി ഞങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.